എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ ഇഡലി കഫേ എന്നുള്ള നെയിം. കാര്യം വെച്ചാൽ പലരും അത് ഇഡലി കഫേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാനുള്ളൊരു പരിപാടിയാണോ ശരിക്കും? ഇപ്പോൾ എങ്ങനെയായാലും ഇവിടെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ തന്നെ പേരും അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിൽ ബ്രദർ അശ്വിൻ. യെസ്, അശ്വിനാണ് ഇതിൻ്റെ ഫൗണ്ടർ അല്ലേ? യെസ്, അശ്വിനാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ അശ്വിനാണ് ഈ ഒരു പേരിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതും കാര്യങ്ങൾ ചെയ്തതും. അപ്പോൾ അത് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. എക്സാക്ട്ലി. ആൾക്കാർ പക്ഷേ അതിനെ ഇഡ്ഡലി കഫേ എന്ന് വായിച്ചു, കാരണം ഇവിടെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊരു ഇഡ്ഡലി കഫേ ആണ്. ബട്ട് വെറൈറ്റി ഓഫ് ഇഡ്ഡലീസ് അല്ലേ? അപ്പോൾ വി ആർ ലവിങ് ദാറ്റ് ബിക്കോസ് ആൾക്കാരത് അങ്ങനെയാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ആദ്യം ഞങ്ങൾ കുറേ തിരുത്താൻ നോക്കി, പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ആൾക്കാർ അങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയാണ് അത് അറിയണത്. അതെ, ആ രീതിയിലാണ് അത് വൈറലായി അല്ലേ? അതുകൊണ്ട് നമ്മളത് മലയാളത്തിൽ എഴുതിച്ചു ബോർഡ്. ഓ, അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഐ ഡൽഹി കഫേ എന്ന് കറക്റ്റായിട്ട് വായിക്കും. ഇപ്പോഴാണ് അത് റീസെന്റ് ആൾക്കാരിലേക്ക് ഐ ഡൽഹി കഫേ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പലരും ശരിക്കും, ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് ഇഡലി കഫേ. കാര്യം ഇവിടെ ഈ പൊടി ഇഡലി അങ്ങനെയുള്ള പല തരത്തിലുള്ള ഇഡലീസ് അവൈലബിൾ ആണ്. സോ നമ്മൾ അത് തന്നെയാണ് അതിന്റെ ഒരു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ അത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു ആദ്യം. അങ്ങനെയല്ല, വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട്, ഉപ്മാവുണ്ട്, പുട്ട്, അതേപോലെ കേസരി, സ്നാക്സുകളുണ്ട്, ഓട്ടട, ഗോതമ്പിൻ്റെ അട. അതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും അപ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു സ്നാക്ക്. ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓട്ടട അല്ലേ? ഓട്ടട. ഓ, അത് ശരി. ഒരു ട്രഡീഷണൽ സാധനം, പണ്ടത്തെ ചുട്ടെടുക്കണത്. അത് കൊണ്ടുവന്നു. കുറെ നമുക്ക് ഈവനിംഗിൽ കുറെ കൂടി മെനു. എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് മിനി മീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസെപ്റ്റ് അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ആൾക്കാർ പല സ്ഥലത്ത് പോകുമ്പോഴും ചോറും കറിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് ഈ ഫ്ലേവർഡ് റൈസ് പോലെ ലെമൺ റൈസ്, കേർഡ് റൈസ്, അതേപോലെ ഘീപ്പൊടി റൈസ്, പുളിയോദര, അങ്ങനെയുള്ള വേറെ കുറേ റൈസുകളുണ്ട്. വെജ് പുലാവ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു താലി, മിനി താലി ഉണ്ടാക്കി. ഓ, അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് അതാണ് മിനി മീൽസ്. തവ പൊറാട്ട ഉണ്ടാവും, പിന്നെ കറി ഉണ്ടാവും. അത് ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഡിഷസ് അത് വരുമ്പം എങ്ങനെയാണ് അത് മിനി മീൽസ് ആവുന്നത്? ഇറ്റ്സ് എ ഹ്യൂജ് മീൽ. സ്റ്റിൽ ആൾക്കാർ അത് മേടിക്കാൻ വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഓ, ഈ ബൗളിൽ ചെറിയ ചോറ്, ഈ ബൗളിൽ ചെറിയ ചോറ്, ഈ ബൗളിൽ ചപ്പാത്തി, അങ്ങനെ ഒരു പോർഷൻ. അപ്പോൾ സ്റ്റിൽ അത് കഴിച്ചാൽ ഇറ്റ്സ് വെരി ഫില്ലിംഗ്. കാരണം അതിൽ കേസരി ഉണ്ടാവും, മെഴുക്കുവരട്ടി ഉണ്ടാവും, കറി ഉണ്ടാവും, ചപ്പാത്തി, പപ്പടം, അച്ചാർ എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് മീൽ പോലെ തന്നെയാണ്. ഒരു കംപ്ലീറ്റ് മീൽ പോലെ ഒരാൾക്ക് കഴിക്കാവുന്ന. എനിക്ക് തോന്നുന്നു ഇത്തരം ഇന്നവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത്. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. തുടക്കം എങ്ങനെയായിരുന്നു? ലൈക്ക് ബ്രദറാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 5-star ഹോട്ടലിലെ ഷെഫായിരുന്നു. അതിന് മുന്നേ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുക. അതൊന്ന് പറയാമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം? ആക്ച്വലി ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഫുഡ് കൊടുക്കാനും കഴിക്കാനും ഫാമിലി മുഴുവൻ. അങ്ങനെയുള്ളവരാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അവർക്കാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. അതായത് അപ്പോൾ ഫാമിലിയുടെ മുഴുവൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലേ? പാരൻസ് അടക്കം. പിന്നെ എല്ലാവരും ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി. അപ്പോൾ ആളത് ഇഷ്ടമുള്ളതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി പഠിച്ചു. ദെൻ ഈ കെയിം ബാക്ക്, ഇന്റേൺഷിപ്പ് ചെയ്തു, ദുബായിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തു കുറച്ച് നാൾ. ദെൻ ഈ തോട്ട് ഓഫ് ബ്രിങ്ങിങ് ദിസ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി. ഇതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് 1 year ആണ്. പക്ഷേ അതിൻ്റെ പുറകെ ഒരു 1.5 years ഇതിൻ്റെ പുറകിൽ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡിയും സ്ട്രഗിളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 22 years 23 ആണ്. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഫയർ ആണല്ലേ ഇതുപോലെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു, ഒരു 5-star ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, അവിടുന്ന് നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അത് ഭയങ്കര ഒരു ഇന്നോവേഷൻ തന്നെ. ആ പ്രായത്തിലൊക്കെ ഞാനൊക്കെ കളിച്ചെടുക്കണം. മീറ്റു. ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി. എന്ത് നമുക്ക് വീട്ടിൽ നിന്ന് ആൾക്കാർ ആ പ്രായത്തിൽ വർക്ക് ചെയ്യുകയും പുഷ് ചെയ്താലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വഭാവം തന്നെ വരും. ദിസ് ഗൈ ഇസ് ലൈക്ക് എക്സ്ട്രീംലി അൺബിയറബിൾ ബിക്കോസ് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ചെയ്യണ കാര്യത്തിൽ. എല്ലാത്തിലും ഇൻവോൾവ്ഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എന്താ പോയി നോക്കി ചെയ്യിപ്പിക്കും. ഒരു റെസിപ്പി, എല്ലാ റെസിപ്പിയും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ആരെന്ത് ചെയ്യുകയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും, അതിൽ നോക്കും. ഇത്രയും ചിന്തിക്കണത് എനിക്ക് തോന്നുന്നു 30+40 അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ ചിന്തിക്കുള്ളൂ. ആ രീതിയിലാണ്. ഭയങ്കരമായിട്ട് എനിക്ക് പോലും പല കാര്യങ്ങളും ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് അതർ ഫീൽഡിലുണ്ടെങ്കിലും നമ്മളപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ
ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. യെസ്. അപ്പോൾ അതാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അശ്വിൻ ആക്ച്വലി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വരാൻ പറ്റാതെ പോയത്. പക്ഷേ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ബ്രദർ തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ബ്രദറാണ് ഇത് ഫുള്ള് മാനേജ് ചെയ്യുന്നത് അല്ലേ? താങ്കളൊരു മാനേജറും കൂടെയാണ് ഇതിൻ്റെ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോളം തന്നെ ചുമതല താങ്കൾക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡേ ടു ഡേ ഫംഗ്ഷൻ റൺ ചെയ്ത് പോകുന്നത്? അതൊരു ഓട്ടോ പൈലറ്റ് മോഡ് ആയോ, അതേ നിങ്ങളുടെ ഒരു സ്ഥിരം സാന്നിധ്യം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു, പുറത്ത് പോയി പഠിച്ചു, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു. എന്നിട്ട് തിരിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ വന്നാലും വീട്ടിലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്ര ശരി ഓടിച്ചു ഇടിക്കണില്ല എങ്കിൽ പോലും ഒന്ന് ഇൻഡിക്കേറ്റർ ഓൺ അടിക്കും, സ്പീഡ് കുറയ്ക്കും. ദാറ്റ് തിങ് വിൽ ബി ദേർ. അത് ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. സം ടൈം നമ്മൾ ഓവർബോർഡ് ആവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പിടിക്കാനുള്ളതാവും. മോണിറ്ററിംഗ് ഇസ് എവറി ഡേ. ഈവൻ ഇഫ് ഇറ്റ്സ് ഓട്ടോ പൈലറ്റ് മോഡിലാണെങ്കിലും ഒരു കണ്ണെപ്പോഴും. മാത്രമല്ല ഇത്രയും ക്രൗഡ് ഇപ്പം നമുക്ക് നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം കുറേ നോയ്സിയാണ്. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ, ഞങ്ങൾക്ക് അത് സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ആംബിയൻസിൽ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 22 ഇയേഴ്സ് അല്ലെങ്കിൽ 23 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഒരു ഐഡിയ അവിടെ വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ് അല്ലേ? ഈ ഒരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ലോഗോ ഡിസൈനിങ് ആണെങ്കിലും പേരാണെങ്കിലും ബ്രാൻഡിങ് എലമെന്റ്സ് ആണെങ്കിലും ഇത് കംപ്ലീറ്റ് പുള്ളിയുടെ തന്നെ വിഷൻ. അതിൽ യാതൊരു സംശയമില്ല. ആള് റെഫറൻസുകൾ എടുക്കും, സെറ്റ് ചെയ്യും, മേക്ക് ചെയ്യാൻ മാത്രമേ കൊടുക്കൂ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു ഐറ്റം എന്ന് പറയാനായിട്ട് ഏതാണുള്ളത്? കൂടുതലും ആൾക്കാർ ഇതിപ്പോൾ ലൈവ് കിച്ചൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സാധനം ഇപ്പോൾ ഓംലെറ്റ് ആണെങ്കിൽ പോലും വീട്ടിലുണ്ടാക്കിയെങ്കിലും നമ്മൾ പുറത്ത് പോയി തട്ടുകടയിൽ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ വി ലൈക്ക് ടു ബൈ. കറക്റ്റ്. അപ്പോൾ ദാറ്റ്സ് എ തിങ്. അപ്പോൾ ഈ ലൈവ് കിച്ചണിൽ ദേ ക്യാൻ സീ തിങ് ഉണ്ടാക്കുന്നതും അതൊക്കെ ഈവൻ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് മൗത്ത് വാട്ടറിങ്. അപ്പോൾ ദാറ്റ്സ് എ തിങ്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ വി ഫീൽ ലൈക്ക് ഹാവിങ്. അപ്പോൾ ആ കൗണ്ടറിൽ ബില്ലിംഗ് കൗണ്ടറിൽ വരുമ്പോൾ ദേ സീ ഓക്കെ ദോശ, ദോശ വിൽ ഓർഡർ ദോശ. അപ്പോൾ ഫാസ്റ്റ് മൂവിംഗ് എന്ന് പറയുമ്പോൾ ഘീ പൊടി ഇഡ്ഡലിയിൽ ആ തട്ട് ഇഡ്ഡലി നെയ്യും ചമ്മന്തിപ്പൊടിയും എൻറ്റയർ തിങ് ഇവിടെ നെയ്യാണ്. അതിൻ്റെ ആ പ്രൈം സാധനം ഇതിനെ എല്ലാത്തിനും ആ ഫ്ലേവർ ആ ടേസ്റ്റ് ഫൈനൽ ടച്ച് കൊടുക്കുന്നത് നെയ്യാണ്. റെസ്റ്റ് എവറിഥിങ് ഇതുണ്ട് എങ്കിലും നെയ്യാണ് അതിൻ്റെ ഒരു സാധനം. അപ്പോൾ നമ്മൾ അത്രയും പ്യുവർ ക്വാളിറ്റി സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാണ് സോഴ്സ് ചെയ്യുന്നത്? അപ്പോൾ നെയ്യാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നന്ദിനിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇറ്റ്സ് വിസിബിൾ ഫ്രം യു. നമ്മൾ ആ പാക്കറ്റ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ പീപ്പിൾ തിങ്ക് ദാറ്റ് വെജിറ്റബിൾ ഓയിലാണ് വരുന്നത് ഈ ഒഴിക്കണം. ബിക്കോസ് നെവർ സീൻ പാക്കറ്റ് നെയ്യ്. റൈറ്റ്. അപ്പോൾ അത് ആക്ച്വലി നെയ്യാണ്. അത് നമ്മൾ കർണാടകയിൽ അപ്പോൾ ആ സാധനം. അപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ ബാറ്ററും മറ്റു കാര്യങ്ങളുടെയൊക്കെ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയും മാർക്കറ്റുണ്ട്. അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ ബാറ്ററായിട്ട് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണതും അതൊക്കെ ചെയ്യണം. പല ആൾക്കാരും പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ ബ്രാൻഡ്സ് ഉണ്ട്. അവർക്കിടയിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഐഡലി കഫേ ഇത്രയും ഒരു ഫെയിമിലോട്ട് എത്തുക അല്ലെങ്കിൽ ഒരു വൈറൽ ആയിട്ട് മാറുക? സോ അതിൻ്റെ പിന്നിൽ ഒരു USP ഉണ്ടാവുമല്ലോ. വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി? തിങ് ഈസ് ക്വാളിറ്റി. ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അതിൽ കൊണ്ടുപോവാം. ഒരു ദിവസം പോലും അതിൽ മാറ്റം വരുത്താണ്ട് എവറി ഡേ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. ക്വാളിറ്റിയാണ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ടൈമിൽ ക്വാളിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ ദാറ്റ്.